ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അടക്കമുള്ള ഡൽഹിയിലെ പ്രമുഖ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ദില്ലിയിലും ജന്തർ മന്ദറിലുമുള്ള പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കരുതെന്ന തരത്തിൽ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന്റെ മൗലിക തത്വങ്ങൾക്കുമേലുള്ള കടുത്ത കടന്നുകയറ്റമാണ്. അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റികൾ നിർദ്ദേശമിറക്കിയപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അതിനെ ചോദ്യം ചെയ്ത് മുന്നോട്ട് വന്നതും. വെള്ളിയാഴ്ച എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് ഡൽഹി യൂണിവേഴ്സിറ്റികളുടെ നടപടിക്കെതിരെ രാഹുൽ ഗാന്ധി ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചത്. എന്തു ധൈര്യത്തിലാണ് വിദ്യാർത്ഥികൾ അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ വിനിയോഗിക്കുന്നതിനെതിരെ ഭീഷണി മുഴക്കിയതെന്ന് രാഹുൽ ചോദിക്കുകയുണ്ടായി. അതെ, ജനാധിപത്യ അവകാശങ്ങൾക്ക് മേൽ കടന്നുകയറാൻ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് എന്ത് അവകാശമാണുള്ളത്? ഒരു സ്വതന്ത്ര സമൂഹത്തിൽ സർവകലാശാലകൾ എന്നത് കേവലം പാഠപുസ്തകങ്ങൾ പഠിച്ച് പരീക്ഷ നടത്താനുള്ള കേന്ദ്രങ്ങൾ മാത്രമല്ല, മറിച്ച് വിമർശനാത്മക ചിന്തയും സാമൂഹിക പ്രതിബദ്ധതയും ജനാധിപത്യ ബോധവുമുള്ള പൗരന്മാരെ വാർത്തെടുക്കുന്ന ഇടങ്ങളാണ്. ഇത്തരം ഇടങ്ങളിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും പ്രതിഷേധിക്കാനുള്ള അവകാശത്തെയും തടയുന്നത് തികച്ചും പ്രതിഷേധാർഹമാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പൗരന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും സമാധാനപരമായി ഒത്തുചേരാനുമുള്ള മൗലിക അവകാശമുണ്ട്. വിദ്യാർത്ഥികളും ഈ രാജ്യത്തെ പൗരന്മാരാണ്. നീതിക്കും സമത്വത്തിനും വേണ്ടി ശബ്ദമുയർത്തുന്ന അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങളെ വിമർശിക്കുന്ന സംഘടനകളുടെയോ കൂട്ടായ്മകളുടെയോ സമരങ്ങളിൽ പങ്കുചേരുന്നത് കുറ്റകൃത്യമല്ല. JNU പോലുള്ള സ്ഥാപനങ്ങൾ ലോകശ്രദ്ധ നേടിയത് തന്നെ അവിടെ നിലനിൽക്കുന്ന സ്വതന്ത്ര ചിന്തയുടെയും രാഷ്ട്രീയ സംവാദങ്ങളുടെയും അന്തരീക്ഷം കൊണ്ടാണ്. അതിനെ ഭയപ്പെടുകയും വിലക്കുകയും എന്നാൽ സ്ഥാപനത്തിന്റെ ആത്മാവിനെ തന്നെ ഇല്ലാതാക്കലാണ്. ക്യാമ്പസുകളെ കേവലം ആജ്ഞാനുവർത്തികളെ സൃഷ്ടിക്കുന്ന ഫാക്ടറികളാക്കി മാറ്റാനാണ് ഇത്തരം ഉത്തരവുകളിലൂടെ ശ്രമിക്കുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാരിന് അപ്രിയമായ ആശയങ്ങൾ ഉയരുന്നതിനെ ഉടനടി ക്രമസമാധാന പ്രശ്നമായി ചിത്രീകരിച്ച് അടിച്ചമർത്താനാണ് ശ്രമിക്കുന്നത്. കൂടാതെ നമുക്ക് നന്നായി അറിയാം ഈ വിലക്ക് രാഷ്ട്രീയപരമായിട്ടുള്ളതാണെന്ന്. സർക്കാരിനെയോ സർവകലാശാല അധികൃതരെയോ അനുകൂലിക്കുന്ന കൂട്ടായ്മകൾക്ക് നൽകാറുള്ള ഇളവുകളും അതേസമയം ഭരണകൂടത്തെ വിമർശിക്കുന്ന മാർച്ചുകളിലും കൂട്ടായ്മകളിലും പങ്കെടുക്കുന്നവർക്കെതിരെ കൈക്കൊള്ളുന്ന അച്ചടക്ക നടപടികളും നഗ്നമായ നീതി നിഷേധം തന്നെയാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെയാകേണ്ട സ്ഥാനത്ത് ഇത്തരം നിർദ്ദേശങ്ങൾ തികച്ചും അംഗീകരിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ വാ മൂടിക്കെട്ടാനും സർവകലാശാലകളെ നിശബ്ദതയുടെ തടവറകളാക്കാനുമുള്ള ഇത്തരം ഉത്തരവുകൾ ഉടനടി പിൻവലിക്കേണ്ടതുണ്ട്. ജനാധിപത്യത്തിന്റെ കാവലാളാകേണ്ട യുവതയെ ഭയപ്പെടുത്തി മാറ്റി നിർത്തുന്നതിനേക്കാൾ വലിയ തിരിച്ചടി മറ്റൊന്നുമില്ല. ഇപ്പോഴത്തെ മോദി സർക്കാർ ജനാധിപത്യത്തെ സമീപിക്കുന്നത് ഫാസിസ്റ്റ് രീതിയിലാണ്. ഒരു ഫാസിസ്റ്റ് പാർട്ടി നയിക്കുന്ന സർക്കാർ ഒരിക്കലും ജനാധിപത്യ മൂല്യങ്ങളെ ആത്മാവായി കണ്ട് മുന്നോട്ടു പോകില്ല. അതിന്റെ നേർക്കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും.